യു താങ്ക് യു. അപ്പോ ഇന്നത്തെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും ഞാനും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും തന്നെ എന്താണ് നമ്മളെല്ലാവരും ഒരു വെൽനസിന്റെ മേഖല തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലേ. എല്ലാവർക്കും ആരോഗ്യം വേണം. അതുകൊണ്ട് തന്നെ കുറച്ചാളുകളെങ്കിലും ആ വെൽനസിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും വന്നു ചേർന്നിട്ടുള്ള ആരും തന്നെ വെൽനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ വെൽനസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം എന്ന് മനസ്സിലാക്കിയോ അല്ല ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് അറിയാം അല്ലേ. ഞാനടക്കമുള്ള ആളുകളെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു ബോധേഡായിട്ടുള്ള ആളുകളല്ല. എങ്കിലും എന്നിട്ടും നമ്മൾ വെൽനസ് മേഖലയിൽ എത്തിച്ചേർന്നു എങ്കിൽ കൂടിയും നമ്മൾ ആരെങ്കിലും നമ്മളുടെ കൂടുതലായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഒരുപാട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. എന്നാൽ നമ്മൾ എത്ര പേര് ഈ ഒരു പ്രൊഡക്റ്റുകൾ നിരന്തരം വാങ്ങിക്കഴിക്കും, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും എന്നുള്ളത് നമുക്ക് ഒരു ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അല്ലെ. അപ്പോ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യം വേണം അല്ലെ, അത് മസ്റ്റാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യം വേണം. അതിന് നമ്മൾ തിരഞ്ഞെടുത്തൊരു വഴിയാണ് എന്ത്, വെൽനസ് മേഖല എന്ന് പറയുന്നത് അല്ലെ. ഇന്ന് എന്താണ്, ഇന്ന് നമുക്ക് കാലഘട്ടമാണ്. എന്താണ്, രോഗങ്ങൾ വന്നിട്ട് നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതാണ് ഇൽനെസ് മേഖല എന്ന് പറയുന്നത്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുക നമ്മുടെ മനസ്സിൽ ഈ ഒരു മേഖലയിൽ കടന്നു വരുന്നതിന് മുന്നേ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്? ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് ഹോസ്പിറ്റലായിരിക്കും. നേഴ്സ്, ഹോസ്പിറ്റല്, ഇഞ്ചക്ഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്കെങ്കിലും നമ്മുടെ വെൽനസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയായിരിക്കും അല്ലെ, വെൽനസ് പ്രൊഡക്റ്റുകൾ തന്നെയായിരിക്കും അല്ലെ ഓടിയെത്തുന്നത് അല്ലെ. അല്ലാതെ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഓടിയെത്തുന്നത്, നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ പ്രൊഡക്റ്റും അതിൻ്റെതായ, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലെ. ഒരുപാട് അവയവങ്ങളുടെ ഒരുപാട് കോമ്പിനേഷനോട് നമ്മുടെ ശരീരം അല്ലെ. അപ്പോ എല്ലാ അവയവങ്ങളും നമ്മൾ എന്താണ് പരിപോഷിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ശരീരത്തിന്റെ എന്താ പറയാ, സ്കിന്ന് സംരക്ഷിക്കേണ്ടത് പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലുകൾ സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയം, അതുപോലെ വൃക്ക, വൻകുടൽ, ചെറുകുടൽ, അതുപോലെ നമ്മളിപ്പം ശരീരത്തിന് പുറമേയുള്ള നമ്മുടെ ശരീരം മാത്രമാണ് എന്ത് നന്നാക്കി കൊണ്ടു നടക്കുന്നുള്ളൂ അല്ലെ. ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പുറമെ എന്താണ്, കുറച്ച് ഒരു മനുഷ്യൻ കുറച്ച് വെളുത്ത ശരീരമാണെങ്കിൽ അവന് ഏതെങ്കിലും സമയത്ത് ആ മുഖത്തോ കയ്യിലോ കാലിലോ എന്തെങ്കിലും നിറവ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കുന്ന ഒരു ചെറിയൊരു വട്ടച്ചെറി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിനായിട്ടുള്ള നമുക്ക് എന്താ ബ്ലഡ് പ്യൂരിഫയർ ഉണ്ട്, വെൽഹാർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ഒരു വെൽനസ് മേഖലയിൽ, നമ്മുടെ ഈ ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരം ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വണ്ടികൾ ഉണ്ടാവില്ലേ.
നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ 3 മാസം 2 മാസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് അതിന്റെ ഓയിലൊക്കെ മാറ്റി, ചിലപ്പോൾ ഓയിലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും അല്ലെ. ഓയിലൊക്കെ കട്ട പിടിച്ച എന്താ അവസ്ഥ, വണ്ടിയുടെ പിന്നെ ഈ എയർ കുടുങ്ങി, പിന്നെ എയർ ഫിൽറ്ററില് പിന്നെ ഒരുപാട് ഇത് നിറഞ്ഞിട്ട് എന്തിന് പിന്നെ പുക ഡാമേജ് ആകുന്നു, അതായത് പുക സൊല്യൂഷന് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ളൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓയിലൊക്കെ മാറ്റിയിട്ട് നല്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു അല്ലെ. കട്ട പിടിച്ച ഓയിലാകുമ്പോൾ വണ്ടി പിന്നെ നല്ല രീതിക്ക് ഓടില്ല അല്ലെ. അതുപോലെ തന്നെ മനുഷ്യന്റെ കാര്യം, മനുഷ്യന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ കേടായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പ്രതിഫലിക്കുന്നു, അവൻ ക്ഷീണം സംഭവിക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലെ. അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം. എത്രയൊക്കെ വിറ്റാമിൻസ്, വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെയുള്ള പിന്നെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടറെ കാണാൻ ചെന്നാൽ തന്നെ ഡോക്ടർ എന്താ നമ്മളോട് പറയാ, വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനാ പറയാ. പാല് കുടിക്കാൻ പറയും, പഴങ്ങൾ കഴിക്കാൻ പറയും, ചീരവർഗ്ഗങ്ങൾ കഴിക്കാൻ പറയും അല്ലേ. ഇതൊക്കെ നമ്മളോട് കഴിക്കാൻ പറയും. പക്ഷെ അതൊക്കെ നമുക്ക് ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കഴിയുന്നില്ല. ഓരോരോ ആവശ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതായത് ഇത്രയും അളവിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണമെന്നുണ്ട്, പഴം വേണമെന്നുണ്ട്, പാല് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കൂടെ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, മിനറൽസ്, പ്രോട്ടീൻസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം ഇത്ര അളവിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടിയതുണ്ട്. അപ്പൊ അതൊന്നും നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും തിരക്ക് പിടിച്ച് ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അല്ലെ, പരക്കം പാച്ചിലാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നു. എന്താ വെച്ചാൽ നല്ല ഭക്ഷണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള പിന്നെ ചിക്കി പൊരിച്ചതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഉദ്ദേശിച്ചത്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചക്ക, മാങ്ങ അങ്ങനെയൊക്കെയുള്ള നല്ല എന്താ പറയാ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങള്, പിന്നെ ചേമ്പ്, ചേന അങ്ങനെയൊക്കെയുള്ള പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊന്നും നമുക്കിന്ന് കഴിക്കാൻ കിട്ടുന്നില്ല. പലരുടെയും വീടുകൾ നമ്മളെ വീടുകളിൽ, എൻ്റെ വീട്ടിൽ തന്നെയും അത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്, അപ്പൊ അതൊക്കെ കിട്ടാനായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ പിന്നെ ഈ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന തലമുറകൾക്ക് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഈ വെൽനസ് മേഖലയിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഒരു ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അതാണ് 9E5 എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ 9E5 എന്താ സൂചിപ്പിക്കുന്നത്, 9 ലക്ഷത്തിൽ കൂടുതൽ ഒറാക്ക് വാല്യൂ അടങ്ങിയിരിക്കുന്നതാണ് ഈ 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്താണ് ഒറാക്ക് വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ ഒറാക്ക് വാല്യൂ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുന്നേ നമ്മുടെ ശരീരം എങ്ങനെയാണ് എത്തരത്തിലുള്ളതാണെന്ന് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലെ. കരള്, വൃക്കകള്, അപ്പം ആമാശയം, വൻകുടല്, ചെറുകുടൽ, അങ്ങനെ ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ആണ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉള്ള അവയവങ്ങൾ. അതിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അല്ലെ എന്ന് പറയുന്നത്. അപ്പൊ ഈ അവയവങ്ങള് ഈ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ടിഷ്യൂസ് വെച്ചിട്ടാണ്. ആ ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, കോശങ്ങൾ വെച്ചിട്ടാണ്, സെൽസ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സെൽസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഓരോ മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഓരോ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾസ് ഉണ്ടായിരുന്നത്. അതായത് കുറേ മോളിക്യൂൾസ് ചേർന്നതാണ് ഒരു മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ
നമ്മൾ 8ാം ക്ലാസ്സിൽ 9ലും 10ലൊക്കെ ഒരുപാട് രസതന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ മോളിക്യൂൾസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഈ മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടായി? മോളിക്യൂൾസ് ഒരു ആറ്റംസിന്റെ ഗ്രൂപ്പാണ് എന്ത് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഒരു മോളിക്യൂൾസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓരോ ആറ്റംസും ആണ് നമ്മുടെ ശരീരത്തിന്റെ എന്താണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ ആറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ എന്താണ് ട്രില്യൺസ് ഓഫ് ആറ്റംസ് കൊണ്ടാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ട്രില്യൺസ് ഓഫ് ആറ്റംസ് കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആറ്റംസ് എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആറ്റംസിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? പ്രോട്ടീൻസും ഉണ്ട്. അതുപോലെ തന്നെ ന്യൂട്രോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇതൊക്കെ നമ്മൾ രസതന്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? അതൊക്കെ ഞാനിപ്പോ ഈ പറയുമ്പോൾ വാക്ക് കേൾക്കും നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവില്ലേ? അപ്പൊ ഉണ്ട്. അപ്പൊ ഈ ഔട്ടർ ലൈനില് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പേഴ്സ് ആയിട്ടാണ് അവസാനത്തെ ഷെല്ലില് നിൽക്കുന്നത്. ഈ എന്താണ് ഈ ഇലക്ട്രോൺസ്. അപ്പൊ ഇത് കൂട്ടം കൂടിയിട്ട് നിൽക്കേണ്ട ഒരു സംഗതിയാണ് എന്ത് ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത്. അത് രണ്ടെണ്ണം, ചിലത് രണ്ടെണ്ണം ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. പക്ഷെ ചിലത് മാത്രം ഒന്ന് മാത്രം എന്താണ് വിഘടിച്ച് മാറി നിൽക്കും. ഒരു ഇലക്ട്രോൺസ് കൂട്ടം കൂടാതെ വിഘടിച്ച് മാറി നിൽക്കും. നമ്മള് കാട്ടിലൊക്കെ ഒറ്റയാനൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ ഒറ്റയാൻ എന്താണ് ആരെയും കൂട്ടത്തിൽ കൂടാതെ മാറി ഒറ്റയ്ക്കല്ലേ നടക്കും. അതുപോലെ ഇവിടെയും ഒരു ഇലക്ട്രോൺസ് അവസാനത്തെ ഷെല്ലില് നിൽക്കേണ്ട ഒരു ഇലക്ട്രോൺസ് ഒന്ന് മാത്രം നിൽക്കുന്നത് എന്താണ് മാറി നിൽക്കുന്നത്. അതെന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതിനാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത് വലിയ അക്രമാസക്തമായിട്ടാണ് നിലകൊള്ളുക, നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുക. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ഈ ഫ്രീ റാഡിക്കൽസ് നല്ല കോശങ്ങളെയും കൂടി ചീത്തയാക്കാനുള്ള കഴിവ് ഈ ഫ്രീ റാഡിക്കൽസിന് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് എന്താണ് ഓക്സിലേറ്ററി സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് ഫ്രീ റാഡിക്കൽസിന് സാധിക്കുന്നു. അത് എന്താണ് ഈ ഓക്സിലേറ്ററി സ്ട്രെസ് നമ്മുടെ ശരീരത്തിന് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? വന്നു കഴിഞ്ഞാൽ അത് പല അവയവങ്ങൾക്കും പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ്, ഇതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. കണ്ടോ ഈ ഫ്രീ റാഡിക്കൽസ് ഒരെണ്ണം മാറി നിൽക്കുന്നുണ്ടോ? ഭയങ്കര ക്രോധത്തോട് കൂടിയിട്ട് ഇതിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അത് ഒറ്റയാനായിട്ടാണ്. അപ്പൊ അത് മാറി നിൽക്കുന്നു. അപ്പൊ അത് നമ്മുടെ പല അവയവങ്ങൾക്കും പല രോഗങ്ങള് വരാൻ സാധ്യതയുണ്ട്. പല അവയവങ്ങൾക്കും പല രോഗങ്ങളും വരുത്തുന്നുണ്ട്. അപ്പോ ഇതാണ് അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ബ്രെയിനിന്റെ കാര്യം എടുക്കാം. ബ്രെയിനിന് അൾസിമേഴ്സ് ഡിസീസസ്, ബൈപോളർ ഡിസീസ്, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാത്തൊരു പവർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്താണ് കുട്ടികളുടെ കാര്യത്തിലാണ് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, അതായത് അമിത രക്തസമ്മർദ്ദം ഈ ഫ്രീ റാഡിക്കൽസ് കാരണം നമുക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ദഹനത്തിന്റെ ഭാഗമായിട്ട് എനർജി പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ചലിപ്പിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ എന്താണ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അത്
ഒരു പ്രോസസ്സിംഗ് ആണ്, അത് ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പം എന്താണ് ഇപ്പോ ഉം, ഈ ഒരു അവസ്ഥയിൽ, അതായത് ഉം, ഈ ഒരു സമയത്തിൽ, അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് വരാൻ കൂടുതൽ കാരണമുണ്ട്. അതായത് കൂടുതലായിട്ടാണ് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഫ്രീ റാഡിക്കൽസ് എത്തിയാൽ എന്താ സ്ഥിതി, അത് ഞാൻ പറഞ്ഞു. ഫ്രീ റാഡിക്കൽസ് എത്തിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവയവങ്ങൾക്ക് പല കേടുപാടുകൾ സംഭവിക്കുന്നു. ഒരെണ്ണം മാത്രം മാറി നിൽക്കും, അത് മറ്റേ കോശങ്ങളെയും കൂടി നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് അതിന്. അപ്പൊ അത് മറ്റേ ഓരോരോ കോശങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് ഓരോരോ കോശങ്ങളിലേക്കും ചെന്ന് പിടിച്ചുകൊണ്ട് അത് രോഗങ്ങളുടെ അവസ്ഥ കൂട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ്, ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കയറാൻ കൂടുതൽ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ദിവസവും രാവിലെ പുറത്തു പോയിട്ട് വൈകുന്നേരം വരുന്ന വ്യക്തികളാണ്. അത്രയും മണിക്കൂർ നമ്മൾ പുറത്താണ് ഉണ്ടാവുക. അപ്പൊ പുറത്ത് നല്ല നമുക്ക് ശുദ്ധവായു കിട്ടുന്നില്ല, അല്ലെ? അപ്പൊ ശുദ്ധവായു കിട്ടാണ്ടിരിക്കുമ്പോൾ എന്താണ്, ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് കയറി വരുന്നത്, അല്ലെ? അങ്ങനെ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തേക്ക് കയറി ചെല്ലുന്നു. അതിനനുസരിച്ചുള്ള പോഷണം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഒന്നാമത്തെ കാരണം അത്. മറ്റൊന്ന്, പിന്നെ മദ്യപാനം, പുകവലി എന്നിങ്ങനെയുള്ള ആളുകളിൽ ഫ്രീ റാഡിക്കൽസ് അമിതമായിട്ട് കയറി ചെല്ലുന്നുണ്ട്. പിന്നെ ഈ ഫ്രീ റാഡിക്കൽസ് കോശങ്ങളെ എത്രത്തോളം ആക്കുന്നുള്ള എന്നുള്ളത് ഒരു ഉദാഹരണം വഴി ഞാൻ കാണിച്ചു തരാം. അതായത്, നമ്മൾ ഒരു ആപ്പിള് മുറിച്ച് വെക്കുക. ചെറിയൊരു ഉദാഹരണമാണേ. നമ്മളൊരു ആപ്പിൾ മുറിച്ച് വെക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ്, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ ആപ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഫസ്റ്റിൽ ആപ്പിൾ മുറിച്ച അതേ കണ്ടീഷൻ ആയിരിക്കുമോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ആപ്പിളിന്റെ ഒരു കളർ വരുന്നത്? അല്ലല്ലോ. അപ്പൊ ആപ്പിൾ എന്താണ്, ഡാർക്ക് കളറിലേക്കാണ് ആ ആപ്പിള് പോകുന്നത്, അല്ലെ? ആ ആപ്പിള് ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് എന്താണ് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്ന ഒരു വ്യതിയാനാണ് അതിന് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ ശരീരവും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാണിക്കുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടാണ് നമ്മുടെ ശരീരവും എന്താണ് ഈ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ആപ്പിളിന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പൊ ഫ്രീ റാഡിക്കൽസ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ആപ്പിളിന്റെ അവസ്ഥയാണ് നമ്മൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ഏജിങ് കൂടുതലായിട്ട് സംഭവിക്കുന്നതാണ്. ഫ്രീ റാഡിക്കൽസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഏജിങ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്. അതായത് ഇന്നിപ്പം ഓരോ വ്യക്തികൾ, അതായത് 10-15 വയസ്സുള്ള ഓരോ ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ ഇന്ന് നടുവേദന, അതുപോലെ സന്ധിവേദന, അതുപോലെ തന്നെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലേ? ഓരോ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നില്ലേ? അതൊക്കെ എന്താണ്, ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികളുടെ കാര്യം എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആർത്തവത്തിന് നേരത്തെ തന്നെ തുടക്കമിടുന്നു, പിന്നെ ചെറിയ ചെറിയ കുട്ടികൾക്ക്. അതുപോലെ തന്നെ മുടി വല്ലാതെ ഒരു വ്യക്തിക്ക് നരയ്ക്കുന്നത്. അതായത് 50-60 വയസ്സിന് ശേഷം വരേണ്ട കാര്യങ്ങള് ഒരു 30-35-40 വയസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് മുടി നരയ്ക്കുന്നു, അതുപോലെ തന്നെ ഏജിങ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അതൊക്കെ ഫ്രീ റാഡിക്കൽസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൂടുതലായത് കൊണ്ടാണ് നമ്മൾ അത് തോന്നുന്നത്. അതുപോലെ തന്നെ 10 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? 10 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് എന്താണ് ഹൃദയരോഗം വന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ആണ്. ഇത്തരത്തിൽ ക്രമാതീതമായിട്ട് പ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയാണ് ആര് സംഭവിപ്പിക്കുന്നത്? ഈ ഫ്രീ റാഡിക്കൽസ് സംഭവിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറച്ചു കൊണ്ടുവരികയാണ് ഫ്രീ റാഡിക്കൽസ് സംഭവിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രതിരോധശേഷി കുറയുമ്പോഴാണ് ചെറിയ ചെറിയ ജലദോഷങ്ങള്, പനി, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നത്, അല്ലെ?
നമുക്ക് ശരീരത്തിന് പ്രതിരോധ ശേഷി കുറയുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നു. അത് നമ്മൾ കണക്കിലെടുക്കാതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ ആ രോഗങ്ങള് വലിയതായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ട് മാറുന്നു, ന്യൂമറ്റൈസ് ആർത്തൈറ്റിസ് ആയിട്ട് മാറുന്നു. അങ്ങനെ പലതും ചെറിയ ചെറിയ രോഗങ്ങൾ വന്നിട്ട് അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് മാറുന്നുണ്ട് അല്ലെ. അതൊക്കെ ഈ ഫ്രീ റാഡിക്കൽസിന്റെ നമ്മൾ കുറയ്ക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ പരിഹാരമായിട്ട് ഈ ഫ്രീ റാഡിക്കൽസിനെ നിയന്ത്രിക്കേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ പുറമെ ഷെല്ലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇതിന്റെ ഷെല്ലിന്റെ പുറമെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഈ പറയുന്നതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാവും അല്ലെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പല രോഗങ്ങളും നമുക്ക് വരുന്നു. പിന്നെ എന്താ പറയാ, പ്രതിരോധ ശക്തി വളരെ കുറയുന്നു. പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ പെട്ടെന്ന് തന്നെ ചാടി പിടിക്കുന്നു. അപ്പോൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവസേന നമ്മൾ ഉൾപ്പെടുത്തണം അല്ലെ. നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. എത്രത്തോളം ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ അതിനനുസരിച്ച് ഫ്രീ റാഡിക്കൽസിനോട് പൊരുതാൻ വേണ്ടിയിട്ട് എന്താണ് ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ബാലൻസ് ആയിട്ട് നോർമലായിട്ട് ലെവല് ചെയ്തിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഫ്രീ റാഡിക്കൽസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് എന്ത് വേണം, നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം, നമ്മള് ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കൽസിന് സമമായിട്ട് എന്ത് വേണം, ആന്റി ഓക്സിഡന്റ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ആന്റി ഓക്സിഡന്റ് കുറവായത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ നമ്മളെ ചാടിപ്പിടിക്കുന്നത് അല്ലെ. അപ്പോൾ പുറമേ നിന്ന് ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾ കാരണമാകുന്നത് ഫ്രീ റാഡിക്കൽസ് കൊണ്ടാണ്. അതുപോലെ ഈ ഫ്രീ റാഡിക്കൽസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള 95 എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നും നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 95 അപ്പോൾ 9 ലക്ഷം ഒറാക്ക് വാല്യൂ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ 9E5 എന്ന് പറയുന്നത്. എന്താണ് ഈ ഒറാക്ക് വാല്യൂ എന്ന് പറയുന്നത്? ഓക്സിജൻ റാഡിക്കൽസ് അബ്സോർബ് കപ്പാസിറ്റി. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ലാബിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത് TAC ആണ്, അതായത് ടോട്ടൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി. ഒരു വസ്തുവിന്, അതായത് ഒരു വസ്തു എന്ന് പറയുമ്പോൾ ഒരു ഫലത്തില് എത്രത്തോളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഒരു പരിശോധനയാണ് ഒറാക്ക് എന്ന് പറയുന്നത്. അതുവഴി കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോക ആരോഗ്യ സംഘടന പറയുന്നത് എന്താണ്? ശരാശരി ഒരു മനുഷ്യന് 30,000 മുതൽ ഒരു മനുഷ്യന് 3,000 മുതൽ 5,000 വരെ യൂണിറ്റ്സ് ഓഫ് ഒറാക്കാണ് ഒരു ദിവസം നമുക്ക് വേണ്ടതെന്നാണ്. എത്രയാണ്? 3,000 മുതൽ 5,000 വരെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കും, നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയാ, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? അത്രയും ഒരു 3,000 മുതൽ 5,000 വരെയുള്ള ഒറാക്ക് വാല്യൊക്കെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുമില്ല അല്ലെ. നമ്മൾ എന്താ പറയാ,
നമ്മൾ കുറേ അരി ഭക്ഷണങ്ങള്, ഗോതമ്പ് ഭക്ഷണങ്ങള് അങ്ങനെയൊക്കെയുള്ള അല്ലേ കഴിക്കുന്നുള്ളൂ. അതിനും ശരിക്കും പറയാൻ വെച്ചാൽ അതിന് സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, പുറത്തുനിന്ന് നമ്മുടെ ജങ്ക് ഫുഡിനൊക്കെയാണ് നമ്മൾ താല്പര്യം കൊടുക്കുന്നത്. അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലാണെങ്കിൽ നമ്മുടെ ഈ ഒറാക്ക് വാലി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്ലെ. ഒരു കാൽസ്യം ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആയിക്കോട്ടെ. പ്രോട്ടീൻസ് ചിലപ്പോൾ ഉണ്ടാവും, അതായത് എന്തില്, കോഴിയിറച്ചിയിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ടാവും അല്ലെ, മിനറൽസ് അങ്ങനെ, സിങ്ക്, പൊട്ടാസ്യം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മുടെ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന പിന്നെ പൊള്ളിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രുചികരമായിട്ടുള്ള അജിനോമോട്ടോസ് ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിലൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറഞ്ഞ ഒറാക്ക് വാലിയൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്താണ്, നമ്മള് സമയമില്ല, എല്ലാവരും സമയമില്ലാണ്ട് ഓടി നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയുക, ജീവിത ശൈലിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള എന്താണ് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കമ്പനി തന്നെ ഇറക്കി തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, 9E5 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പോയി വാങ്ങുന്ന പഴവർഗത്തിനോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ പിന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒന്നിനും ഉണ്ടാവില്ല. അതിനൊന്നും എന്തുണ്ടാവില്ല, ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ടാവില്ല. അതായത് എന്തുകൊണ്ടത്, പച്ചക്കറികളില്, പഴങ്ങളില് ഇതിനൊക്കെ എന്തുണ്ട്, മായം കലർന്നിട്ടുണ്ട്, കീടനാശിനികൾ വല്ലാണ്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊക്കെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടില്ല എന്ന് പറയാൻ കാരണം തന്നെ. അപ്പോൾ 30,000 ഒറാക്ക് വാല്യാണ് 95-ൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു സാഷെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരു 10 ആപ്പിൾ കഴിക്കുന്നതിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു സാഷെ നമ്മൾ, അതിൽ 30 സാഷെ ഉണ്ടാവും, അതിലൊരു സാഷെ നമ്മൾ പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ 10 ആപ്പിൾ കഴിക്കുന്നതിന്റെ ഒരു ഫലമാണ് നമ്മൾക്ക് ചെല്ലുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദിവസവും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല എന്നാണ് കണക്കുകൾ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഈ 95-ൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും അധികം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻ കോമ്പിനേഷൻ ആണ് ഈ ഒരു 95 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ബെറി പഴങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഗോജി ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അങ്ങനെ ഇതിന് പുറമെ എന്താണ്, നോനി പഴങ്ങള്, നെല്ലിക്ക, കറ്റാർ വാഴ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പഴങ്ങളും ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഓരോ പഴങ്ങളും നമ്മുടെ ശരീരത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നുണ്ട്. നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അർബുദത്തിനെയൊക്കെ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സ്ട്രോബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് എന്താ, ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക്ബെറിയിൽ. അതുപോലെ തന്നെ റാസ്ബെറി എന്ന് പറയുന്നത് നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റാസ്ബെറി ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സമ്മർദ്ദം ഇല്ലാതാക്കുന്നുണ്ട് റാസ്ബെറി. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ശരീരവണ്ണം കുറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള നമ്മളെ ശരീരത്തെ തളർത്തുന്ന പല പ്രശ്നങ്ങളും, അറ്റാക്ക് പോലെയുള്ള, സ്ട്രോക്ക് പോലെയുള്ള പല പ്രശ്നങ്ങളും, ശരീരത്തിന് തളർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഉള്ളൊരു ബെറിയാണ് റാസ്ബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസായ് ബെറി
ചർമ്മം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ത് അസായ് ബെറി എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാൻബെറി. ഗ്രാൻബെറി എന്താണ് മൂത്രനാളത്തിലുണ്ടാവുന്ന അണുബാധയെ തടയാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്രാൻബെറി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട രോഗപ്രതിരോധ ശേഷിയാണ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനെ തടയുന്നുണ്ട്. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നുണ്ട് ഈ ഗ്രാൻബെറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ ബെറി പഴങ്ങളും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യുന്നത് അല്ലെ, ഒരുപാട് ഗുണങ്ങള്. അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ 9E5 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൽ ഡി ബെറി സിങ്ക്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഇരുമ്പിന്റെ അംശം, ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ വിറ്റാമിൻ B12, അങ്ങനെ ഇതൊക്കെ ഇതിന്റെ ഉണ്ട് എൽ ഡി ബെറിയിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പനിയൊക്കെ വരില്ലേ, അങ്ങനെ ഈ പനി, അലർജി പ്രശ്നങ്ങള് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം നേടുന്നുണ്ട് എന്ത് എൽഡർ ബെറി എന്ന് പറയുന്നത്. ഈ ഒരു ബെറി കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് എൽഡർ ബെറി സഹായിക്കുന്നുണ്ട്. അതുപോലെ അൾസർ ഇല്ലാതാക്കാനും നമ്മുടെ എൽഡർ ബെറി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോജി ബെറി കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഗോജി ബെറി. അത് ഗോജി ബെറി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, ജീവനില്ലാത്ത കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോജി ബെറിയാണ് സഹായിക്കുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, ക്യാൻസർ രോഗികൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നില്ല. നമ്മൾ പറയും എന്ത് രോഗമുള്ള ആളുകളെ തേടി പിടിച്ച് കൊടുക്കണ്ട എന്നുള്ളത്. പക്ഷെ എങ്കിലും നമ്മൾ ക്യാൻസർ രോഗികൾക്കൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ അത് കൊടുക്കുമ്പോ എന്താണ്, ഈ ചത്ത കോശങ്ങള് അത് പുനരുജ്ജീവിപ്പിക്കാനും ഉള്ള കോശങ്ങളെ നല്ലതാക്കി നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്. അതിലേറ്റവും പങ്ക് വഹിക്കുന്നത് ഗോജി ബെറി എന്നുള്ള ഈ ബെറി പഴങ്ങൾ തന്നെയാണ് നമുക്ക് അത് അതിലൊരു പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാൻബെറി ഇത് തന്നെയാണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ഇൻഫെക്ഷനൊക്കെ തുടങ്ങിയവയൊക്കെ വരാതെ ഗ്രാൻബെറി സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്ലൂബെറി എന്താണ്, ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉള്ള ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ബ്ലൂബെറി. അതായത് ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് എന്ത് ബ്ലൂബെറി എന്ന് പറയുന്നത്. നമ്മള് ഇപ്പം ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരുപാട് ഏജിങ് ആയിട്ട് നമുക്ക് തോന്നൂല്ലേ. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്താണ് മുടിയൊക്കെ നരച്ചതായിട്ട് തോന്നും. ആ മുടി നരച്ചത് കൊണ്ട് നമുക്ക് അവർക്ക് പ്രായം കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് കാണുന്നില്ലേ, 10-20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ കാണുന്നില്ലേ, അവര് മുടിയൊക്കെ വേഗം നരയ്ക്കുന്നു, ശരീരത്തിന് എന്താ പറയാ തൊലിയൊക്കെ സ്കിന്നൊക്കെ ചുക്കിച്ചുളിഞ്ഞത് പോലെയൊക്കെ ആകുന്നു. ഏജിങ് നമുക്ക് ഒരുപാടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഏജിങ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ അതിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇതില് ഉള്ളൊരു ആന്റി ഓക്സിഡന്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ബ്ലൂബെറി എന്ന് പറയുന്നത്. ഏജിങ്ങിനെ നമുക്ക്, അതായത് ഒരു 50 വയസ്സിൽ നമുക്ക് വരേണ്ട, 50 വയസ്സിലും 60-70 വയസ്സിൽ നമുക്ക് വേണ്ട ഒരു സന്ധിവേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ നടുവേദന ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ എന്താണ് നേരത്തെ തന്നെ സംഭവിക്കുന്നു അല്ലെ. അത് നേരത്തെ, അതായത് 50 വയസ്സിൽ സംഭവിക്കേണ്ട ആ കാര്യങ്ങള് ഈ ഇതിൽ കൂടി നമുക്ക് എന്താണ് ഒരു 70-80 വയസ്സിൽ നമുക്ക് കുറച്ച് നീട്ടി കിട്ടുന്നു. അതാണ് ഈ ബ്ലൂബെറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതലായിട്ട്, അതുപോലെ തന്നെ ഏജിങ് നമ്മുടെ പ്രായം ഒരുപാട്, അത് മരണത്തിനെ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ പ്രായത്തിന് കുറച്ചേറെ നീട്ടിക്കിട്ടാൻ സഹായിക്കുന്നു അല്ലെ. അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ബ്ലൂബെറി. അത്തരത്തിലുള്ളൊരു ഫലമാണ് ബ്ലൂബെറി. അതുപോലെ തന്നെ ബ്ലൂബെറി മെമ്മറി പവർ കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാസ്ബെറി
ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു നമ്മുടെ ദഹനം കൃത്യമാക്കുന്ന ഒരു ആക്കുന്ന വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ത് റാസ്ബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലെ. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ കുറയ്ക്കുന്നതാണ് എന്ത് നെല്ലിക്ക അല്ലെ. അപ്പൊ ഏറ്റവും അധികം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതാണ് എന്ത് നെല്ലിക്ക എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക ആയുർവേദത്തിൽ എന്താ നെല്ലിക്ക പറയുന്നത്? വായുതാപനത്തിൽ അഗ്രേം എന്നാണ് ഈ നെല്ലിക്കയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. അതായത് വാർദ്ധക്യജന്യമായിട്ടുള്ള രോഗങ്ങളെ കുറെ കാലത്തേക്ക് നീട്ടി നിർത്തുന്നു എന്നാണ് ഈ ഒരു നെല്ലിക്കയെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ഇതിലുള്ളത് നോനി പഴങ്ങളാണ്. നോനി പഴത്തിൽ എന്താണ് ഒരുപാട് നാരുകൾ അടങ്ങിയിരിക്കുന്നത് നോനി പഴത്തിൽ. അതുപോലെ തന്നെ ദഹനം കൃത്യമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ അൾസർ, അസിഡിറ്റി തുടങ്ങിയിട്ടുള്ള ഇതൊന്നും വരാതെ നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഹെൽത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വയറിളക്കം അതുപോലെയുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ നോനി പഴങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നോനി പഴത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറ്റാർ വാഴ 200-ലധികം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് കറ്റാർ വാഴ ഇന്ന് നമുക്ക് നിലകൊള്ളുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ നമ്മളൊക്കെ എണ്ണ കാച്ചുമ്പോഴൊക്കെ കറ്റാർ വാഴയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. എന്താണ് മുടി കറക്കാൻ വേണ്ടിയിട്ട്, മുടി നീളം വെക്കാൻ വേണ്ടിയിട്ട്, കോശങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കറ്റാർ വാഴ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, പ്രമേഹം എന്നീ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അൾസർ, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കറ്റാർ വാഴ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്നത് അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് അസ്ഥിയുരുക്കം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മൾ എന്താണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, ബ്ലാക്ക് കറണ്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പഴങ്ങൾ, ഉറക്കം നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പഴങ്ങൾ ഇതില് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് റെഡ് കറന്റ് ബെറി. അപ്പൊ റെഡ് കറന്റ് ബെറി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് റെഡ് കറന്റ് ബെറി എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന് നല്ല സ്ട്രെങ്തും സ്ട്രോങ്ങും ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് കറന്റ് ബെറി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം ശരീരത്തിന് കൂടുതൽ ഊർജവും ഉന്മേഷവും ഉണർവും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് 95 കഴിച്ചിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഈ 95 ഓരോരുത്തരും കഴിച്ചിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മൾ ഈ ഒരു വെൽനസ് മേഖലയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഈ 95ന്റെ ഒരു മഹത്വവും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതാരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഈ 95 ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ ആരോഗ്യത്തെ ഒരുപാട് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നാഡീ സംബന്ധമായിട്ടുള്ളതായാലും, നമ്മുടെ ഏജിങ്ങിലായാലും, നമ്മുടെ സ്കിന്നിലായാലും, എല്ലാത്തിലായാലും അതൊരുപാട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന്റെ മാറ്റങ്ങൾ ഒരുപാട് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, 95 കഴിക്കുക, കൂടുതൽ സുന്ദരനും സുന്ദരികളുമായിട്ട് മാറുക. അപ്പൊ എല്ലാവരും അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ 95നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു ഏജിങ് കൂടുതലായിട്ട് മാറ്റി നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത് തന്നെയല്ലേ. നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ 40 വയസ്സുള്ള 45 വയസ്സല്ല 48 വയസ്സുള്ള ഒരാള് എന്താ വിചാരിക്കുക, എനിക്ക് എങ്ങനെയും 30 വയസ്സിന്റെ ഒരു ആളെപ്പോലെ നടക്കണം, 35 വയസ്സുള്ള ആളെപ്പോലെ നടക്കണം, അതിന്റെ സ്കിന്ന് കിട്ടണം, ഈ ഒരു എനർജി കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലെ. അതിന് ഏറ്റവും നല്ല എളുപ്പമാർഗം എന്താണ്, നമ്മൾ 95 കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. 95 കഴിച്ചു കഴിഞ്ഞാൽ മുഖത്തും നമ്മുടെ ശരീരത്തിലൊക്കെ അത് പ്രതിപാദിക്കുകയും ചെയ്യും. നമ്മൾ ഏജിങ് കുറച്ചു കൊണ്ടുവരികയും ചെയ്യും. മരണത്തെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റുന്ന ഏജിങ് കുറച്ചു കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് എന്നും ഉന്മേഷവും ഉണർവും ഊർജവും ഉണ്ടാവുകയും നമ്മൾ സുന്ദരനും സുന്ദരിയൊക്കെ ആയി മാറുകയും ചെയ്യും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, 95 കഴിക്കുകയും ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു 95നെ കുറിച്ച് അധികാരികമായിട്ട് കുറച്ച് പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കും പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുജാത, കുണ്ടത്തോട് സ്വദേശിയാണ്. ഇന്ന് റോബി റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു.
അപ്പം ഞാനിന്ന് എനിക്കിന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇത്രയും നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് നൽകി തന്ന നമ്മുടെ മിഷൻ ഇന്റർനാഷണൽ ടീമിന്റെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ട് നൗഫൽ സാറിന് ഞാൻ ആദ്യമായി എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്റെ മാത്രം ഒരു കഴിവല്ല, എന്റെ ഒരു കഴിവല്ല എന്ന് തന്നെ പറയാം, എന്റെ ലീഡേഴ്സിന്റെ കഴിവാണ്. എനിക്കിന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ ഇതിലേക്ക് എത്തിച്ചത് റുക്യ മാഡാണ്. റുക്യ മാഡത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഞങ്ങളുടെ കളരി ടീമിന്റെ തന്നെ ഞങ്ങൾ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള പ്രവീൺ സാറ്, അതുപോലെ തന്നെ മൂസ സാറ്, ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവീൺ സാറിന്റെയും മൂസ സാറിന്റെയും ഒക്കെ ഒരു അന്വേഷണങ്ങളും ഈ ഒരു സപ്പോർട്ടും കൊണ്ട് തന്നെയാണെന്ന് പറയാം. എപ്പോഴായാലും പുറകോട്ട് പോകുമ്പോൾ കൈപിടിച്ച് മുന്നോട്ടേക്ക് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രചോദനം തരുന്നത് പ്രവീൺ സാറ് മൂസാറൊക്കെ തന്നെയാണ്. അതുപോലെ നഫീസ് സാറ് എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എന്നും എന്നും നന്ദിയോടുകൂടി മാത്രമേ ഈ ഒരു ലീഡേഴ്സിനെ ഞാൻ ഓർക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ വന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം ഇങ്ങനെ കേറിയിട്ട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഇതുവരെ സംസാരിച്ചെങ്കിൽ കൂടിയും. അപ്പോൾ ഞാൻ എന്റെ ലീഡേഴ്സിനെ എല്ലാവരെയും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണമെന്നും ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു.